സിറിയയിലെ പ്രസിഡന്റ് ബാഷർ അസദ് സർക്കാരിന്റെ വീഴ്ചയ്ക്ക് ശേഷം അമേരിക്കൻ നേതൃത്വത്തിലുള്ള സഖ്യം സിറിയയിലെ തങ്ങളുടെ സേനയ്ക്കായി ഏറ്റവും വലിയ അളവിലുള്ള ആയുധങ്ങളും മിസൈലുകളും ഡ്രോണുകളും അയച്ചതായി അൽ അറേബ്യ റിപ്പോർട്ട് ചെയ്യുന്നു. ഏകദേശം 60 ലോഡ് ട്രക്കുകൾ ഇറാഖിൽ നിന്ന് അൽ വലീദ് ബോർഡർ ക്രോസിംഗ് വഴി രാജ്യത്തേക്ക് കടന്നുവെന്നാണ് മാധ്യമങ്ങൾ നൽകിയിരിക്കുന്ന റിപ്പോർട്ടുകൾ. സിറിയൻ പ്രവിശ്യകളായ അൽ ഹസാക്ക, ദെയർ എസോർ എന്നിവിടങ്ങളിലെ സഖ്യസേനയുടെ താവളങ്ങളിലേക്കാണ് ഈ ആയുധങ്ങളുമായി വാഹനവ്യൂഹം നീങ്ങിയത്. ദെയർ എസോർ, റാഖ, കൊബാനി നഗരങ്ങളിലും പരിസരങ്ങളിലും കവചിത വാഹനങ്ങളും സൈന്യവും വിന്യസിക്കുന്നതുൾപ്പെടെ സിറിയയിൽ അമേരിക്ക സൈനിക നീക്കങ്ങൾ ശക്തമാക്കുകയാണിപ്പോൾ. HTS ഡിസംബർ 8-ന് ഡമാസ്കസ് പിടിച്ചെടുത്തതിന് ശേഷം ഏകദേശം ഇതുപോലെ 210 ട്രക്കുകളെങ്കിലും ഇതിനകം സിറിയയിലേക്ക് കടന്നിട്ടുണ്ടെന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം. പീപ്പിൾസ് പ്രൊട്ടക്ഷൻ യൂണിറ്റുകൾക്കുള്ള പിന്തുണ പുനഃപരിശോധിക്കാൻ നാറ്റോ സഖ്യകക്ഷിയായ അമേരിക്കയോട് തുർക്കി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഡിസംബർ 1 പെന്റഗൺ പ്രഖ്യാപിച്ചത് സിറിയയിൽ അമേരിക്കൻ സൈനികരുടെ എണ്ണം ഏകദേശം 2000 ആണെന്നാണ്. ഇതിനു മുമ്പ് 900 സൈനികരെ മാത്രമായിരുന്നു അമേരിക്ക സിറിയയിൽ നിലനിർത്തിയിരുന്നത്. സിറിയയിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റിനെ വേരോടെ പിഴുതെറിയാൻ അമേരിക്ക ഒരു ദശാബ്ദം മുമ്പ് സൈന്യത്തെ വിന്യസിച്ചതിന് ശേഷം പ്രധാന എണ്ണപ്പാടങ്ങൾ സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങൾ അവർ കൈവശപ്പെടുത്തുകയും ചെയ്തിരുന്നു. കുർദിഷ് മിലീഷ്യകളും തുർക്കിയിൽ നിന്നുള്ള വിവിധ വിഭാഗങ്ങളും ചേർന്ന ഗ്രൂപ്പുകളും സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുന്നതിനാൽ സിറിയയിലെ സ്ഥിതിഗതികൾ നിലവിൽ സംഘർഷഭരിതമാണ്. ഡിസംബർ 8 മുതൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ലക്ഷ്യങ്ങൾക്കെതിരെ നിരവധി റൗണ്ട് വ്യോമാക്രമണങ്ങൾ നടത്തിയതായി അമേരിക്ക നേരത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അമേരിക്കയും IS-ഉം യഥാർത്ഥത്തിൽ തിരശീലയ്ക്ക് പിന്നിൽ ഒത്തുകളിക്കുകയാണെന്ന് റഷ്യൻ ഫോറിൻ ഇന്റലിജൻസ് സർവീസ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. ജിഹാദികൾക്ക് അമേരിക്കക്കാർ വ്യോമാക്രമണത്തെക്കുറിച്ച് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ നഷ്ടം ഒഴിവാക്കാൻ കഴിഞ്ഞിരുന്നു എന്നും റഷ്യ പറയുന്നുണ്ട്. സിറിയയിലെ റഷ്യൻ താവളങ്ങൾക്കെതിരെ ഭീകരാക്രമണം നടത്താൻ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളെ ഉപയോഗിക്കാനാണ് അമേരിക്ക ഇപ്പോൾ പദ്ധതിയിടുന്നതെന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.